വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂൾസ് ആയിരുന്നു കേട്ടോ. റൂൾസും അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലൊന്ന് പോയി ചെക്ക് ചെയ്യാം, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ റൂൾ 4 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. റൂൾ 4 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റൂൾ 4 രജിസ്ട്രേഷനിൽ എന്തെല്ലാം ക്ലോസുകളാണ് മാറ്റം വന്നിട്ടുള്ളത്, മാറ്റമില്ലാതെ തുടരുന്നത് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, റൂൾ 4 രജിസ്ട്രേഷൻ. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺ റിസീപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ, അതായത് ഒന്നാമത്തെ ക്ലോസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. റൂൾ 4 പഴയത് തന്നെയാണ് കേട്ടോ. മാറ്റം വരുത്തിയത് നമ്മൾ വേറെ കളറിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓൺ റിസീപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 3 പ്രകാരം ഒരു ആപ്ലിക്കേഷന് റെസിപ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഷാൾ എൻറ്റർ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇൻ ദ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ടു ബി മെയിൻറ്റെയിൻ ഇൻ ഫോം നമ്പർ 2. അപ്പോൾ ഫോം നമ്പർ 2 എന്തിനെ കുറിച്ചാണ് പറയണത്? രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ടു ബി മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എൻറ്റർ ചെയ്യുന്നത് എന്തിലാണ്? ഫോം നമ്പർ 2ലാണ് കേട്ടോ. ഫോം നമ്പർ 2 എന്താണ്? രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. ഗീവ് എ സീരിയൽ നമ്പർ, കറക്റ്റായിട്ടുള്ള സീരിയൽ നമ്പർ കൊടുക്കും ടു ദ ആപ്ലിക്കേഷൻ ആൻഡ് ഇഷ്യൂ എ റെസിപ്റ്റ് ഇൻ അക്നോളജ്മെൻറ്റ് ദെയർ ഓഫ്. അത് മാത്രമല്ല റെസിപ്റ്റ് ഓഫ് അക്നോളജ്മെൻറ്റും കൊടുക്കും കേട്ടോ. കിട്ടി എന്നുള്ളതിനുള്ള ഒരു കിട്ടി എന്ന് അറിയിക്കാനുള്ള ഒരു അക്നോളജ്മെൻറ്റും കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നത്. റൂൾ 4 രജിസ്ട്രേഷൻ്റെ 4 സബ്സെക്ഷൻ 1 പറയണത് ഓൺ റിസീപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ അണ്ടർ റൂൾ 3 ദ രജിസ്ട്രാർ ഷാൾ എൻറ്റർ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഇൻ ദ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ. അത് ശ്രദ്ധിക്കണം. ഫോം നമ്പർ 2 എന്താണ്? രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ആരാണ് എൻറ്റർ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. രജിസ്ട്രാർ ആണ് എൻറ്റർ ചെയ്യുന്നത്. നമ്മൾ ഓരോ റൂള് പഠിക്കുമ്പോഴും ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കാം. ഏതെല്ലാം ഭാഗത്ത് ഡാഷ് വരാം, ഏതെല്ലാം ഭാഗത്ത് ക്വസ്റ്റ്യൻസ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പഠനം കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ല. ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ നമുക്കത് അപ്പം തന്നെ കിട്ടണം. അപ്പോൾ ആരാണ്? രജിസ്ട്രാറാണ് ചെയ്യുന്നത് അല്ലേ. പർട്ടിക്കുലേഴ്സ് എൻ്റർ ചെയ്യുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രാറാണ് എൻ്റർ ചെയ്യുന്നത്. എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? ഫോം നമ്പർ 2 രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷനിലാണ് എൻ്റർ ചെയ്യുന്നത്. സീരിയൽ നമ്പർ കൊടുക്കുമോ? തീർച്ചയായിട്ടും സീരിയൽ നമ്പർ കൊടുക്കും ടു ദ ആപ്ലിക്കേഷൻ. എന്നിട്ട് പിന്നെ ഒരു ഇഷ്യൂ ചെയ്യുന്നത് ഒരു റെസിപ്റ്റ് ഓഫ് അക്നോളജ്മെൻ്റ് ആണ് എന്ന് ഈ പോയിൻ്റ് വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും പോയിൻ്റുകൾ കിട്ടണം. അടുത്ത ക്ലോസിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ദ രജിസ്ട്രാർ ഷാൾ ദെൻ, പിന്നീട് എക്സാമിൻ ചെയ്യുന്നത് ആപ്ലിക്കേഷനാണ് എക്സാമിൻ ചെയ്യുന്നത്. ആൻഡ് ബൈലോസ്, ആപ്ലിക്കേഷൻ മാത്രമല്ല അവരുടെ ബൈലോസും. ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദാറ്റ് ദ കണ്ടീഷൻസ് ഇൻ, അതായത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അതായത് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞു, അങ്ങനെ അക്നോളജ്മെൻറ്റും കൊടുത്തു. പക്ഷേ അതായത് ആക്ട് ആൻഡ് റൂൾസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലേ. അതിനുശേഷം മാത്രമാണ് അവർക്ക് അതിന് അംഗീകാരം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ക്ലോസ് പണ്ടുണ്ടായിരുന്നത് A to E എന്ന് പറഞ്ഞ ക്ലോസിലാണ് ഇത് വിവരിച്ചിരുന്നത്. അത് സെക്ഷൻ 7ലാണ് വരുന്നത് കേട്ടോ. സെക്ഷൻ 7 മാറ്റം വന്ന കാരണം ഇവിടെ അതൊന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. A മുതൽ F വരെയുള്ള, അതായത് സെക്ഷൻ 7 പ്രതിപാദിച്ചിരിക്കുന്ന A മുതൽ F വരെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, റൂൾ 3 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് രണ്ടും നോക്കണം. അപ്പോൾ പണ്ടത്തെ ക്ലോസ് ആയിരുന്നു A to E എന്നുള്ളത്, അതിപ്പോൾ മാറി ഇപ്പോൾ A to F എന്നായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് രജിസ്ട്രാർ എക്സാമിൻ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ആൻഡ് ബൈലോസ് കിട്ടിക്കഴിയുമ്പോൾ ആപ്ലിക്കേഷൻസും ബൈലോസും സ്ക്രൂട്ടിനി ചെയ്യും. എങ്ങനെയൊക്കെയാണ് ചെയ്യുക? അവർ ഈ കണ്ടീഷൻസ് ക്ലോസസ് ആയ A മുതൽ F വരെ, സെക്ഷൻ 7 പറഞ്ഞിട്ടുള്ള A മുതൽ F വരെയുള്ള ക്ലോസസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതുകൂടാതെ റൂൾ 3യും, അപ്പോൾ റൂൾ 3 വിട്ടുപോകരുത്. അതുകൂടാതെ റൂൾ 3 കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഈ 2 ക്ലോസാണ്. അപ്പോൾ ഈ ചെറിയ മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തേൽ മാറ്റമൊന്നുമില്ല. ദ രജിസ്ട്രാർ മേ കോൾ ഫോർ സച്ച് ഫേർദർ ഇൻഫോർമേഷൻ ഓർ മേക്ക് സച്ച് എൻക്വയറി. എന്തെങ്കിലും ഫേർദർ ഇൻഫോർമേഷൻസോ എൻക്വയറിയോ വേണമെങ്കിൽ അദ്ദേഹം നടത്താലോ. ആസ് ഹി മേ ഡീം നെസസറി ഓർ ഡയറക്റ്റ് ദ ചീഫ് പ്രൊമോട്ടർ. ചീഫ് പ്രൊമോട്ടറാണ് എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്ന ആൾ അല്ലേ.
ചീഫ് പ്രൊമോട്ടർ ടു മേക്ക് സച്ച് മോഡിഫിക്കേഷൻസ് ഇൻ ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആസ് ഹി മേ ഡീം ഫിറ്റ്. അതായത് പ്രൊപ്പോസ്ഡ് ബൈലോസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ചീഫ് പ്രൊമോട്ടറെ അറിയിക്കുകയും ചെയ്യും കേട്ടോ. ഫർദർ ഇൻഫർമേഷൻസ് വേണമെങ്കിലും അദ്ദേഹത്തിനോട് കോൺടാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം 4 ഇൻ ക്ലോസ് 4 മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, 4 മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ 4 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 എന്താ പറയണത്? ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ഹാസ് കംപ്ലൈഡ് വിത്ത് ഓൾ റിക്വയർമെൻറ്റ്സ്. അദ്ദേഹം സാറ്റിസ്ഫൈ ആയി, അതായത് എല്ലാ റിക്വയർമെൻറ്റ്സും പ്രപ്പോസൽ സൊസൈറ്റി, അതായത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സൊസൈറ്റിക്ക് എല്ലാ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഹി മേ റിക്വസ്റ്റ് ദ ചീഫ് പ്രൊമോട്ടറോടാണ് റിക്വസ്റ്റ് ചെയ്യുക ടു സബ്മിറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഫിനാൻസിങ് ബാങ്ക്. ഈ സമയത്താണ് ഫിനാൻസിങ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ചോദിച്ചിട്ടുള്ള. ആദ്യം പറഞ്ഞിരുന്നത് എവിടെയാണ്? മുമ്പ് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് അവിടുന്ന് ഒമിറ്റ് ചെയ്തായിരുന്നു, ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടുന്ന് ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒമിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെയാണോ ചോദിക്കുന്നത് കേട്ടോ. ഹി മേ റിക്വസ്റ്റ് ദ ചീഫ് പ്രൊമോട്ടർ ടു സബ്മിറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഫിനാൻസിങ് ബാങ്ക് സ്റ്റേറ്റിംഗ് ക്രെഡിറ്റ് ബാലൻസ് ബൈ വേ ഓഫ് ഡെപ്പോസിറ്റിംഗ് ദ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. മാറ്റം വന്നിട്ടുണ്ടല്ലോ, സെക്ഷനിൽ പഠിച്ചവർക്ക് അറിയാം. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ക്രെഡിറ്റ് കളക്ട് ചെയ്യേണ്ടത്, അതേഴ്സ് എത്രയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ് ഫ്രം ദ പ്രൊമോട്ടിംഗ് മെമ്പേഴ്സ് ഇൻ ഫേവർ ഓഫ് ദ പ്രൊപ്പോസൽ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 7. അതിൻ്റെ രേഖകൾ ഫിനാൻസിങ് ബാങ്കിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആരോട് ആവശ്യപ്പെടും? ചീഫ് പ്രൊമോട്ടറോട് ആവശ്യപ്പെടും. ഓക്കെ, അതിനുശേഷം ആൻഡ് ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോസ് ആൻഡ് ഇഷ്യൂ ടു സൊസൈറ്റി ഫ്രീ ഓഫ് കോസ്റ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ഫോം നമ്പർ 3. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്തെങ്കിലും പിന്നെ ഫീ ഈടാക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ഏത് ഫോമിലാണ് കൊടുക്കുക അതും കൂടി പഠിക്കണം. ഫോം നമ്പർ 3 കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 3. അപ്പോൾ 1, 2, 3 കടന്നു വന്നു. 3 നമ്മൾ പഠിച്ചു. സൈൻഡ് ബൈ ഹിംസെൽഫ്, സ്വയം സൈൻ ചെയ്യണം. ബിയറിംഗ് ഹിസ് ഒഫീഷ്യൽ സീൽ വേണം അലോങ് വിത്ത് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ബൈലോസ് ആസ് അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ഹിം. കൂടെ എന്തും വേണം? സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ബൈലോസും വേണം കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് എന്തുണ്ട്? സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ബൈലോസിനും ഉണ്ട്. രണ്ടും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യുന്നത് അല്ലേ? അതും വേണം. അപ്പോൾ അതൊക്കെ ചെയ്തു, അപ്രൂവ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു, അദ്ദേഹം സൈൻ ചെയ്തു, ഒഫീഷ്യൽ സീല് വേണം, സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ബൈലോസും വെച്ചു. അങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്തെല്ലാമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മുടെ ഒരു CSEB എക്സാമിന് കേട്ടോ. CSEB മാത്രമല്ല, നമ്മുടെ PSC ലെവൽ എക്സാംസിനൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തെല്ലാമാണുള്ളത്? അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷോൾ കണ്ടെയ്ൻ ദ രജിസ്ട്രേഷൻ നമ്പർ A എന്ന് പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ് പഠിക്കുക, രജിസ്ട്രേഷൻ നമ്പർ. പിന്നുള്ളത് എന്താണ്? ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ 2 പിന്നെ രജിസ്ട്രാർ മേ അസൈൻ ഫോർ ഈച്ച് ഡിസ്ട്രിക്റ്റിനും ഈച്ച് ക്ലാസ് അല്ലെങ്കിൽ സച്ച് ക്ലാസ് ഓഫ് സൊസൈറ്റി, അതിനൊക്കെ ഓരോ കോഡ് വെക്കും. അപ്പോൾ അതാണ് കോഡ് ഓഫ് സിമ്പൽ എന്ന് പറഞ്ഞത്. അപ്പോൾ 3ാമതായിട്ട് എന്തുണ്ടാവും? ഒരു കോഡ് ഓഫ് സിമ്പൽ ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഉണ്ടാവും. ഈ കോഡ് എന്തിനാണ്? ഫോർ ഗിവിങ് രജിസ്ട്രേഷൻ നമ്പേഴ്സ് ടു സൊസൈറ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാവും കേട്ടോ. കോഡ് ഓഫ് സിമ്പൽ ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഉണ്ടാവും. വെൻ എ സൊസൈറ്റി ഹാസ് ബീൻ രജിസ്റ്റേർഡ് ദ ബൈലോസ് ആസ് അപ്രൂവ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ. കൂടെ എന്തുണ്ട്? ബൈലോസും അപ്രൂവ്ഡും രജിസ്റ്റർ ചെയ്യണം. ഷാൾ ബി രജിസ്റ്റേർഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ഫോർ ദ ടൈം ബീയിങ് ഇൻഫോഴ്സ്. അന്ന് മുതൽ അതാണ് രജിസ്റ്റേർഡ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മാറ്റം വന്ന ഭാഗം കേട്ടോ. മാറ്റം വന്ന ഭാഗവും പഠിക്കുക, ഫോം നമ്പർ 3 പഠിക്കണം. പിന്നെ അദ്ദേഹം സ്വന്തം സൈൻ ചെയ്യണം അല്ലേ? സീല് വേണം, സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ബൈലോസ് അപ്രൂവ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തെല്ലാം വേണം? രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. പിന്നെ കൂടാതെ ഉള്ളത് എന്താണ്? ഡിസ്ട്രിക്റ്റിനും ഈച്ച് ക്ലാസ്സിനും ഈച്ച് ക്ലാസ് ഓഫ് സൊസൈറ്റിക്കും ഒരു കോഡ് ഓഫ് സിമ്പൽ ഉണ്ടായിരിക്കും. പിന്നെ അതെന്തിനു വേണ്ടിയിട്ടാണ് സിമ്പൽ? ഫോർ ഗിവിങ് രജിസ്ട്രേഷൻ നമ്പേഴ്സ് ടു ദ സൊസൈറ്റീസ്. പിന്നെ when the society has been registered, the bylaws as approved and registered by the registrar shall be the registered bylaws of society for the time being in force. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലോസ് എന്താണെന്ന് നോക്കാം. ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി വിൽ നോട്ട് ഫുൾഫിൽ. ഇനി അദ്ദേഹം മനസ്സിലാക്കുകയാണ് എന്താണ്? ഫുൾഫിൽ ചെയ്യുന്നില്ല എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്.
ഓക്കെ, പബ്ലിക്കിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനും കൂടി ഇവിടെ പ്രാധാന്യമുണ്ട് അല്ലേ, അത് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്ന് രജിസ്ട്രാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഷാൾ പാസ് ആൻ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ. ഇതിൻ്റെ കൂടെ ഓർഡർ ഓഫ് റിഫ്യൂസൽ ആണ് പുറപ്പെടുവിക്കുക. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷന് പകരം കൊടുക്കുന്നത് ഓർഡർ ഓഫ് റിഫ്യൂസൽ ആയിരിക്കും. എന്തും വേണം, ടുഗദർ വിത്ത് റീസൺസ്, കൂടെയുള്ള റീസൺസും കൂടി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കാം, സ്പീഡ് പോസ്റ്റായിട്ട്, അല്ലെങ്കിൽ കൊറിയർ സർവീസ് അപ്രൂവ്ഡ് ബൈ ദ ഹൈക്കോർട്ട് ആൻഡ് കേരള, ഗവൺമെൻറ് ഓഫ് കേരള അപ്രൂവ് ചെയ്ത് ഏതെങ്കിലും കൊറിയർ സർവീസ് അതിന് അയക്കാം. ആർക്കാണ് അയക്കുക? ചീഫ് പ്രൊമോട്ടർക്കാണ് അയക്കുക. വിത്തിൻ 15 days ഓഫ് സച്ച് ഓർഡർ ആണ് കേട്ടോ. ആ ഓർഡറിന് 15 ദിവസം, വിത്തിൻ 15 days ഓഫ് സച്ച് ഓർഡർ സൈൻ ചെയ്ത ആ ദിവസത്തിന് വിത്തിൻ 15 daysനുള്ളിൽ അയക്കണം. ഓക്കെ, അപ്പോൾ ആ ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യുന്നില്ല, എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ the registrar shall pass an order of refusal together with reasons thereof and communicate it by registered post or speed post or such courier service as approved by the High Court of Kerala അല്ലെങ്കിൽ Government of Kerala to the chief promoter-ക്കാണ് അയക്കുക. അപ്പോൾ അതൊരു പോയിൻ്റാണ് അല്ലേ. എന്ത് കാരണം കൊണ്ടാണ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ആരാണ് ഈ ഓർഡർ ഓഫ് റിഫ്യൂസൽ പാസ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണെന്ന് നോട്ട് ചെയ്യണം. ടുഗദർ വിത്ത് റീസൺസ് വേണമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? രജിസ്റ്റേർഡ് പോസ്റ്റ് ആവാം, സ്പീഡ് പോസ്റ്റ് ആവാം, കൊറിയർ സർവീസ് ആവാം. അതിലും അവിടെ ശ്രദ്ധിക്കണം, അപ്രൂവ്ഡ് ബൈ ദ ഹൈക്കോർട്ട് ഓഫ് കേരള ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള. പിന്നെ അത് ആർക്കാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ ചീഫ് പ്രൊമോട്ടർക്കാണ്. ആ ഒരു ക്ലോസ് ശ്രദ്ധിക്കുക. വിത്തിൻ 15 days ഓഫ് സച്ച് ഓർഡർ. അപ്പോൾ ഓരോ വാക്കിലും അല്ലെങ്കിൽ ഓരോ വരിയിലും നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഓരോരോ പോയിന്റുകൾ കേട്ടോ. അപ്പോൾ നിങ്ങളത് പെറുക്കി തന്നെ പഠിക്കണം. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലോസിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇനി ഡിസിഷൻ ടു രജിസ്റ്റർ ദ സൊസൈറ്റി അണ്ടർ സബ് റൂൾ 4 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്, ഓർ എനി റിഫ്യൂസൽ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി, അല്ലെങ്കിൽ 5 പ്രകാരം റിഫ്യൂസൽ വന്നു, ഷാൾ ബി മെയ്ഡ് വിത്തിൻ 60 days ആണ് കേട്ടോ. 60 days ആണ് സമയ കാലാവധി കൊടുത്തിട്ടുള്ളത്. ഇപ്പം മാറ്റം വന്നതാണ് കേട്ടോ. പണ്ട് 90 days ആയിരുന്നു. ഇപ്പം അത് മാറ്റിയിട്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചെയ്താൽ പോരാ. അതായത് ആപ്ലിക്കേഷൻ റിസീപ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകം ഈ ചെയ്യണം. ഒന്നെങ്കിൽ റെഫ്യൂസ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താ അദ്ദേഹത്തിന് തോന്നുന്നു വെച്ചാൽ അതുപോലെ. ഇനി ഡിസിഷൻ ടു ഒന്നെങ്കിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം സൊസൈറ്റി. അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ റിഫ്യൂസ് ചെയ്യാം, ആപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യാം. അത് രണ്ടും ചെയ്യേണ്ടതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 4 പ്രകാരവും മറ്റത് 5 പ്രകാരവുമാണ് സബ് റൂള്. ഒന്ന് 4 പ്രകാരം ചെയ്യുന്നു, മറ്റത് സബ് റൂൾ 5 പ്രകാരം ചെയ്യുന്നു. എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ സമയ പരിധി അല്ലെങ്കിൽ കാലാവധി പറഞ്ഞിട്ടുള്ളത് വിത്തിൻ 60 days ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. പണ്ട് 90 days ആയിരുന്നു, ഇപ്പം അത് 60 days ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മാറ്റമുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത്, എ കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് എ കോപ്പി ഓഫ് ബൈലോസ് ഷാൾ ബി ഫേർണിഷ്ഡ്. ആർക്ക് കൊടുക്കണം? ഫിനാൻസിങ് ബാങ്ക്, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, CCU കൺസേൺഡ് ആൻഡ് SCUനും കൊടുക്കണം കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല, അത് അതേപോലെ തന്നെ തുടരുകയാണ്, പണ്ടുള്ളത് തന്നെയാണ്. കോപ്പി ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് കോപ്പി ഓഫ് ബൈലോസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ മാത്രമല്ല, കോപ്പി ഓഫ് ബൈലോസും കൂടി ഫർണിഷ് ചെയ്ത് കൊടുക്കണം. ആർക്കൊക്കെ? ഫിനാൻസിങ് ബാങ്കിന്, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റിക്ക്, CCU കൺസേൺഡിന് ആൻഡ് ഓൾസോ ദ SCU കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കുന്നത്, ഇതൊരു പുതിയ പോയിൻ്റാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ പോയിന്റ് കൂടുതൽ കൂട്ടിച്ചേർത്തൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ശ്രദ്ധിക്കാം. ആദ്യം ഇല്ലാത്ത പോയിൻ്റായിരുന്നു, ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ്. ഇൻ സൊസൈറ്റീസ് വെർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഓൺലൈൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ചെയ്ത സൊസൈറ്റി ആണെങ്കിൽ ഈ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം? അതുപോലെ റിമിറ്റൻസ് ഓഫ് ഫീ ഒക്കെ മറ്റെല്ലാ ഓൾ അതർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇറ്റ് ഷാൾ ബി പ്രോസസ്ഡ് ത്രൂ സച്ച് ഓൺലൈൻ സിസ്റ്റം. അപ്പോൾ ആ ഒരു ഓൺലൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ചെയ്യാവുന്നതാണ്. പേപ്പർ വർക്കുകൾ നടത്തണം എന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലോസ് വെച്ചില്ല. ഇപ്പം പിന്നെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയ കാരണം ആയിരിക്കാം ഇങ്ങനെ ഒരു ക്ലോസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് പുതിയൊരു ക്ലോസ് ആണ്. ഇൻ സൊസൈറ്റീസ് വെർ ഓൺലൈൻ സിസ്റ്റം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് ഫീ ആൻഡ് ഓൾ അതർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇറ്റ് ഷാൾ ബി പ്രോസസ്ഡ് ത്രൂ സച്ച് ഓൺലൈൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അത്രയാണ്
ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടത്. പിന്നെ 4A-യും 4B-യും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കേട്ടോ. 4മായി ബന്ധപ്പെട്ടതാണ് 4A-യും. അപ്പോൾ 4A പണ്ടുണ്ടായിരുന്നത് തന്നെയാണ്. 4B പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 4A-യും 4B-യും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസിലേക്ക് പോവാം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് വളരെ വലിയൊരു സംഭവമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് നമ്മൾ കുറേ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസിൽ. ഓക്കെ, റൂൾ 4A എന്താണെന്ന് നോക്കാം. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറക്കവറബിളി ലോസ്റ്റ് ആവുകയാണെങ്കിൽ, അതായത് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയ റൂളാണ് 4A കേട്ടോ. 4A മാത്രമല്ല ചോദിക്കാറ്, അതിൻ്റെ ഫോം നമ്പർ ആയ 3A-യും ചോദിക്കാറുണ്ട് അല്ലേ. സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഏത് ഫോമിലാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഫോം നമ്പർ 3A എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 4A എന്താണ്? 4A അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാനറിനെ കുറിച്ച് പറയുന്നതാണ് 4A എന്ന് പറഞ്ഞാൽ. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് if the registration certificate is irrecoverably lost. The certificate to be issued by the registrar under subsection 2 പ്രകാരമാണല്ലോ കൊടുക്കുന്നത്. അതായത് 8-2 പ്രകാരം കൊടുക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോം നമ്പർ 3A-യിലാണ് കൊടുക്കുക കേട്ടോ, ഇഷ്യൂ ചെയ്യുക എന്നാണ് പറയണത്. ഓക്കെ, ഇനി 4B പുതുതായിട്ട് ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ് 4B. 4A ആണ് പണ്ടുണ്ടായിരുന്നത്, 4B ഇപ്പോൾ കൂട്ടിച്ചേർത്താണ് കേട്ടോ. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. അതായത് ഇപ്പോൾ ചേഞ്ച് ഓഫ് നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് വേറെ ഇഷ്യൂ ചെയ്യണമല്ലോ. കാരണം അത് പേര് മാറിയില്ലേ, പേര് മാറിക്കഴിഞ്ഞാൽ വേറെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 10-2 പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് പറയുന്ന ഫോം നമ്പർ 3B ആണ്. അപ്പൻഡിക്സ് 2-ൽ 3B-യിലാണ്. അപ്പോൾ 3B പുതുതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. 3B ഓഫ് അപ്പൻഡിക്സ് 2 ടു ദീസ് റൂൾസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ 4A എന്താണ്? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറക്കവറബിളി ലോസ്റ്റ് ആണ്. 4B എന്താണ്? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ആണ്. അതിൽ പഠിക്കേണ്ട പോയിന്റ് 10-2 പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതിലാണ്? ഫോം നമ്പർ 3B അപ്പൻഡിക്സ് 2 ടു ദീസ് റൂൾസ് 3Bയിലാണ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ.